ഹലോ ഫ്രണ്ട്സ്, ബിറ്റോമിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളൊരു അടിപൊളി എക്സ്ചേഞ്ചാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ എക്സ്ചേഞ്ചസിലൊക്കെ നല്ല രീതിക്ക് ടാക്സും കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്, TDSും നല്ല രീതിക്ക് പിടിക്കുന്നുണ്ട്. നമ്മൾ ടാക്സ് പേ ചെയ്യണ ടൈമിൽ ഈ ഒരു നമ്മൾ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഫണ്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ടാക്സ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ത്യൻ എക്സ്ചേഞ്ചസ് അല്ലാതെ വേറെ ഏതെങ്കിലും നല്ല എക്സ്ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ പേര് ബൈനാൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബൈനാൻസിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ബൈനാൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ KYC അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാനും കാര്യങ്ങളൊക്കെ വെരിഫൈ, പാനും ആധാർ കാർഡും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ KYC അതിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ബൈനാൻസ് ഓൾമോസ്റ്റ് ഒഫീഷ്യലായിട്ടുണ്ട്. കാരണം ടാക്സും കാര്യങ്ങളൊക്കെ അവർ പേ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഓക്കെ ആക്കിയിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് നമ്മളെ ഓരോ യൂസേഴ്സിൻ്റെയും ലാസ്റ്റ് ഇയർ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻസുകാർക്ക് കൊടുക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും ഇല്ല. അപ്പോൾ അത് കൊടുത്ത ശേഷം നമ്മൾ എത്ര ട്രേഡ് ചെയ്യുന്നുണ്ടോ ആ ഒരു ടാക്സും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഏതെങ്കിലും KYC ചെയ്യാത്ത നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല ലിക്വിഡിറ്റി ഉള്ള നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഏതെങ്കിലും എക്സ്ചേഞ്ചസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് നല്ലൊരു എക്സ്ചേഞ്ച് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു എക്സ്ചേഞ്ചാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. വളരെ വലിയ ഫണ്ടൊന്നും നിങ്ങൾ ഇതിൽ ഹോൾഡ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് അങ്ങനത്തെ ഹോൾഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ്പാൽ വാലറ്റ്, അതേപോലെ തന്നെ നമുക്ക് ലെഡ്ജറിൻ്റെ വാലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വാലറ്റൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മളിങ്ങനെ എക്സ്ചേഞ്ച് ബൈനാൻസിലാണെങ്കിൽ കൂടെ നിങ്ങൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബാങ്ക്രപ്റ്റ് ആകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉള്ള ഐറ്റംസാണ് നമ്മുടെ ബൈനാൻസ്, ബൈബിറ്റ്, ഏതൊരു എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിലും. കാരണം നമ്മൾ ആക്സറക്സൊക്കെ ഇപ്പോൾ കുറേ പേർക്ക് ഫണ്ട് ഇപ്പോൾ ലോസ് ആയിട്ടുണ്ട്. കാരണം അതിൽ ഹോൾഡായി കിടക്കുന്നുണ്ട്, നമുക്ക് വിഡ്രോയും കൂടെ ചെയ്യാൻ പറ്റാത്ത പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ആണത്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം നമ്മൾ ചെയ്യുന്ന ട്രേഡും കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനും അറിയാൻ വേണ്ടി പോകുന്നില്ല. കാരണം നമ്മൾ ഇതിൽ KYC ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരെ എക്സ്ചേഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ടെലിഗ്രാമാണ് ഫസ്റ്റ് എടുത്തിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ട്വിറ്ററിൽ ആ ഒരു എക്സ്ചേഞ്ചിൻ്റെ പേജ് കാണിച്ചു തരാം. CoinEx ഗ്ലോബലാണ്. അപ്പോൾ ഏകദേശം 396.9K ഫോളോവേഴ്സ് കറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി നല്ലൊരു എക്സ്ചേഞ്ച് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് ലിക്വിഡിറ്റിയും കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കോയിൻസും നല്ല രീതിക്ക് ലിക്വിഡിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വന്ന് ചെക്ക് ചെയ്യാം ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് നേരെ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്നും ചോദിക്കില്ല. നിങ്ങളുടെ ഒരു മെയിൽ ID യും അതേപോലെ തന്നെ ഒരു പാസ്വേഡും കൊടുത്ത് ഇതിൽ ലോഗിൻ ചെയ്യാം. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശമുള്ള എല്ലാ ടോക്കൺസും നമുക്ക് അതിനെക്കാട്ടിലും, ഇപ്പോൾ ബൈനാൻസിലൊക്കെ ഉള്ളതിനെക്കാട്ടിലും കുറേ ഷിറ്റ് ടോക്കൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലും അവൈലബിൾ ആണ്. നമുക്ക് പോസ്, നോട്ട്, നേച്ചർ, ന്യൂ ലിസ്റ്റിംഗ് നോക്കണമെന്നുണ്ടെങ്കിൽ പോസ് ഇപ്പോൾ ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബൈനാൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന അതേ കോയിൻസ് നമുക്ക് ഇവിടെയും ലിസ്റ്റ് ആകുന്നുണ്ട്. നമുക്ക് ഏകദേശം Gate.ioയിൽ കുറേ മൾട്ടിപ്പിൾ കോയിൻസ് ഡെയിലി ലിസ്റ്റ് ആകാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ KYC കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. പക്ഷേ നമുക്ക് ഇതിൽ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് ടോക്കണാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ചോദിക്കും. ഇപ്പോൾ USDT BP20 നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം USDT BP20 ആണ് ടൈമിൽ നമുക്ക് വിത്തൗട്ട് എനി ഫീസ് നമുക്ക് ബൈനാൻസ് ആണെങ്കിലും ഏതൊരു എക്സ്ചേഞ്ചിൽ നിന്നാണെങ്കിലും ഡെപ്പോസിറ്റും വിഡ്രോ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പോൾ. അതേപോലെ തന്നെ നമുക്ക് വിഡ്രോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഈ ഒരു വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് പാസ്കി സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, പിന്നെ TOTP വെരിഫിക്കേഷൻ, മൊബൈൽ വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ മൊബൈൽ വെരിഫിക്കേഷൻ നമ്മൾ നേരെ പാസ്കി കൊടുക്കുക. പാസ്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇമെയിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ ആ ഒരു പാസ് കീ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത ശേഷം നമുക്കിപ്പോൾ വിഡ്രോയും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേസ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാതെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ചിൽ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം BTC എടുത്ത് നോക്കാം. BTC നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാം. ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ചെയ്യാം. നമുക്ക് നേരെ നമ്മുടെ കോയിൻ മാർക്കറ്റിലോ CoinGeckoയിലൊക്കെ പോയിട്ട് ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ നെയിം അടിച്ച് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ചിൽ എത്ര BTC അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. അത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തത്. അത് നമ്മളിപ്പോൾ തന്നെ പറയുന്നത്, നിങ്ങൾ ഈ ഒരു എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ
നമുക്ക് നമ്മൾ ട്രേഡ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു ആൾക്കും അറിയില്ല. കാരണം നമ്മളിതിൽ പാൻ കാർഡ് വെരിഫൈ ചെയ്യുന്നില്ല, പാൻ കാർഡ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നില്ല. അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ബട്ട് നമ്മളിപ്പോഴും പറയുകയാണ്, ഏതൊരു എക്സ്ചേഞ്ച് ഇപ്പോൾ ഈവൻ ബൈനാൻസ് ആണെങ്കിൽ കൂടെ നമുക്ക് റിസ്ക് ഉണ്ട്. കാരണം എപ്പോൾ ആണെങ്കിലും ബൈനാൻസ് എക്സ്ചേഞ്ചിൽ പോലും നമുക്ക് പൂട്ടിപ്പോകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബൾക്ക് ഫണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ് പാല്, ലെഡ്ജർ അങ്ങനത്തെ ഏതെങ്കിലും കോൾഡ് വാലിൽ കൊണ്ടുപോയിട്ട് സേഫ് ചെയ്ത് വെക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ചേഞ്ചസിലൊക്കെ വന്നിട്ട് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാം. ട്രേഡ് ചെയ്ത ശേഷം ഫണ്ട് ഒരിക്കലും എക്സ്ചേഞ്ചസിൽ ഹോൾഡ് ചെയ്യരുത്. നിങ്ങൾ ഈ ഒരു എക്സ്ചേഞ്ചിലല്ല ഏതൊരു എക്സ്ചേഞ്ചിൽ മാക്സിമം ഹോൾഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ വന്നിട്ട് ട്രേഡ് ചെയ്യുക, നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക, ട്രേഡ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യണമെങ്കിൽ സെല് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ട്രേഡ് ചെയ്യുക, നിങ്ങൾ നേരെ എക്സ്ചേഞ്ചസിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോൾ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ വന്ന് ട്രേഡ് ചെയ്യുക, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടേക്ക് വിഡ്രോ ചെയ്യുക. അപ്പോൾ ഇതാണ് ഗൈസ് നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ മാക്സിമം ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എക്സ്ചേഞ്ച് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയി നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഗുഡ് ബൈ.